ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഗ്രാസിയ വണ്ടിയുടെ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ മാറ്റി കാർബറേറ്റർ പുതിയ കാർബറേറ്റർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ കാർബറേറ്റർ. അതിൻ്റെ ജെറ്റുള്ളിൽ ഒടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മാറ്റി പുതിയ കാർബറേറ്ററാണ് ഇപ്പോൾ വെച്ചേക്കണം കേട്ടോ. നിലവിൽ കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ കാർബറേറ്റർ തന്നെ വെച്ചേക്കണേ. 2462 റേറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ E20 പെട്രോൾ, അതായത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള E20 പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ് നമ്മുടെ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വന്നത്. അതേ പെട്രോൾ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിക്ക് ഇനി ഉപയോഗിക്കാൻ കിട്ടുന്നതും സെയിം പെട്രോൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർബറേറ്റർ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് കംപ്ലൈൻറ്റ് ഇപ്പോൾ നമ്മൾ പുതിയത് വെച്ചേക്കണേ കമ്പനി ഹോണ്ടയുടെ ആയിട്ട് തന്നെ വെച്ചാണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വാറണ്ടി സംബന്ധമായിട്ടുള്ള ഒരു വാറണ്ടി ക്ലെയിം നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതൊരു പാർട്സും നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. കാർബറേറ്റർ അതിനോടനുബന്ധിച്ച് വന്ന ഐറ്റംസ്, അതായത് കാർബറേറ്റർ അസംബ്ലി, ഫ്യൂൽ കോക്കൊന്നും ഒരു കാരണവശാലും പെട്രോളുമായി ഡയറക്റ്റ് കോൺടാക്റ്റ് വന്ന ഐറ്റംസ് ഒന്നും തന്നെ വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അത് അറിഞ്ഞിരിക്കുക. കാർബറേറ്റർ അസംബ്ലി വെച്ചപ്പോൾ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യണേ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഈ കംപ്ലൈൻറ്റ് വരാം കാർബറേറ്ററിന്. അപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ വെച്ചതാണ്. 2000 മുടക്കിയ കേസാണ് ഇത്. എനിക്ക് മനസ്സിലാവും, പക്ഷേ ഓൾറെഡി നമുക്കത് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് മാറ്റി കിട്ടില്ല എന്നുള്ളത് സാധ്യത അറിഞ്ഞിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം കുറവാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലിക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെയൊക്കെ വണ്ടികൾ, നമ്മൾ പെട്രോൾ വണ്ടി ഇപ്പോൾ 1 മാസം 2 മാസം കയറി ഇരുന്നാലും വണ്ടി അടിച്ച വണ്ടി സ്റ്റാർട്ടായി കിട്ടും. ഇപ്പോഴത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം വണ്ടി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, 2 ദിവസം വണ്ടി എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വണ്ടിക്ക് കംപ്ലൈൻറ്റാണ്. അത് അറിഞ്ഞിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. കമ്പനിയായിട്ട് ഒറിജിനൽ പാർട്സ് തന്നെ യൂസ് ചെയ്തേക്കണേ. എല്ലാം നമ്മൾ ജെനുവിൻ പാർട്സുകൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പെട്രോൾ, E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുന്ന ഒരു പാർട്സുകൾക്കും ഒരു കമ്പനിയും വാറണ്ടി തരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കേട്ടോ. അതറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, വാറണ്ടി ക്ലെയിം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ടോ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, നമ്മൾ അത്രയും പൈസ മുടക്കിയ കേസൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കേസും അറിഞ്ഞിരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ നമ്മളും നിസ്സഹായരാണ് ആ ഒരു കേസിൽ കേട്ടോ. അതറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന വർക്ക് മാക്സിമം ആ രീതിയിൽ തന്നെ പെർഫെക്ഷനിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മൈലേജിൻ്റെ കേസും ഈ പറഞ്ഞ രീതിയുടെ മാക്സിമം ട്യൂണിങ്ങിൽ നമ്മൾ ആക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന മൈലേജിനേക്കാളും 3 മുതൽ 5%, 5 കിലോമീറ്ററോളം, 3 മുതൽ 5 കിലോമീറ്ററോളം മൈലേജ് കുറവാണ് ഇപ്പോഴത്തെ പെട്രോളുകൾക്ക്. അതും കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത്ര കേസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഞാൻ ബാക്കി തന്നെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് കൂടി നടത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ബില്ലാക്കി തരാം. ഓക്കെ.